ഇന്നൊരു കുഞ്ഞ് അപ്ഡേഷൻ വീഡിയോ ആണ്. നമ്മൾ 2 ആഴ്ച മുന്നേ പ്രൂൺ ചെയ്ത് വിട്ട വിങ്ക തൈകളും 10 മണി തൈകളൊക്കെ ഇപ്പോൾ ഏത് അവസ്ഥയിലുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വിങ്കയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിറയെ പൂവിട്ട് നിൽപ്പുണ്ട്. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ, നിറച്ചും പൂക്കളുണ്ട്. ഇനി ഇത് നമ്മൾ നാടൻ തൈകളാണ്, പക്ഷേ പൂ വിരിഞ്ഞപ്പോൾ 3 പൂക്കളാണ്. ഇത് കുറച്ച് കളറുള്ളത്, ഇത് കുറച്ച് കളർ കുറഞ്ഞൊരു വെറൈറ്റി, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടി. ഇനി എടുത്തത് നാടനാണ്, ഇത് സാധാ പൂവാണ് കേട്ടോ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. സെയിം കളറാണല്ലോ, അതിൻ്റെ നടുഭാഗത്ത് കണ്ടോ വൈറ്റ് കളറാണ്. ഇഷ്ടംപോലെ മുട്ടുകൾ ഇനിയുണ്ട് കേട്ടോ, കുറേ വിരിയാനുണ്ട്, തുടങ്ങി വരുന്നതേ ഉള്ളൂ. കണ്ടോ പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെടിയായിട്ട് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങിപ്പോയേനെ. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. നമ്മുടെ 10 മണികളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊന്നുമില്ലാതെ തീർത്തും ഇല്ലാതെ നന്നായി ഹാർഡ് പ്രൂൺ ചെയ്ത് തന്നെ വിട്ടതാണ്. പക്ഷേ എല്ലാം നന്നായി മുളച്ച് വന്നിട്ടുണ്ട്, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിറയെ പൂക്കളൊന്നും ആയിട്ടില്ല, എങ്കിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് എക്സ്ട്രാ നമ്മൾ വെച്ച നട്ടതൊക്കെ മുളച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെയും ലെങ്ത്ത് വെച്ച് വരുന്നുണ്ട്, പെട്ടെന്ന് ലെങ്ത് ആവും, അത് മുറിച്ച് കളയണം. പിന്നെ ഈ കുറ്റിച്ചെടി, അതിൽ നിറയെ മുളകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് വെയിലത്തില്ലാത്തതുകൊണ്ടാണ് ഈ കളറ്. വെയിലത്താണെങ്കിൽ കുറച്ചും കൂടി നല്ല ബ്രൗൺ കളർ വന്നേനെ. പക്ഷേ ഈ വെയിൽ പെട്ടെന്ന് വാടി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെയിലത്ത് വെക്കാതിരുന്നത് കണ്ടോ. നിറയെ പുതിയ തൈകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റൊരു പച്ച കളറിലുള്ളൊരു കുറ്റിച്ചെടിയായിരുന്നേ, അത് നന്നായി ഹാർഡ് പ്രൂൺ ചെയ്താണ്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗം. പക്ഷേ അതിന് താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ എത്ര പുതിയ തളിരുകളാണ് വന്നിട്ടുള്ളതെന്ന്. ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.